അടുത്തത് സെയിൽസ്മാൻ സിയുടേതാണ്. ഇറ്റ് ഈസ് എ സെയിൽസ്മാൻ സി. അയാളുടെ ഫിഗേഴ്സ് ഇതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യേണ്ട. ഒറിജിനൽ ക്വസ്റ്റിൻ്റെ റോയിൽ നിന്ന് എടുത്താൽ മതി. 160, 155, 139, 146 and 166 R of a C, there is a 3. ഇത് നോക്കി വേണം റാങ്ക്സ് എടുക്കാൻ. 160 എന്ന് പറയുന്നത് റാങ്ക് നമ്പർ 12 ആണ്. 155 എന്ന് പറയുന്നത് റാങ്ക് നമ്പർ 15 ആണ്. 139 ഈസ് റാങ്ക് നമ്പർ 20. 146 ഈസ് റാങ്ക് നമ്പർ 18 and 166 ഈസ് റാങ്ക് നമ്പർ 10. താരതമ്യേന മോശം പെർഫോമൻസ് ആണ്. ഒറ്റനോട്ടത്തിൽ മോശം പെർഫോമൻസ് ആണ്. സം ടോട്ടൽ ഓഫ് ദ റാങ്ക്സ് ഈസ് 75. അടുത്ത സെയിൽസ്മാൻ ഡി ആണ്. ഇറ്റ് ഈസ് എ സെയിൽസ്മാൻ ഡി. ഒറിജിനൽ ഫിഗേഴ്സ് ഒറിജിനൽ ക്വസ്റ്റിൻ്റെ റോയിൽ നിന്ന് എടുത്താൽ മതി. ഇതിൽ നിന്ന് തപ്പിത്തെറിഞ്ഞ് സമയം കളയാതിരിക്കുക. 179 ഇതിൽ നിന്ന് എടുത്താൽ യു വിൽ ലൂസ് യുവർ ടൈം. 142, 197, 170 and 158. Ranks of D, that is a fourth one. That is a 4, 19, 2, 8 and 13. 2, 8 and 13. അപ്പോൾ എക്സെപ്റ്റ് ദ തേർഡ് വൺ, ബാക്കിയുള്ളവരിലെല്ലാം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഹയർ റാങ്ക്സും ഉണ്ട്, ലോവർ റാങ്ക്സും ഉണ്ട്. സ്റ്റഡിലി സീക്ക് ലോവർ റാങ്ക്സ് ആണ്. ഇതിൽ R4 is 46. R4 is 46. ഇനി അടുത്തത് N1 എന്ന് പറയുന്നത് 5 ആണ്. N2 is 5, N3 is 5, N4 is 5. Number of figures in every column. ഇതിൽ 1, 5, 1, 6 ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇത് ഈക്വൽ ആണ്. ഈക്വൽ അല്ല, അവ ഡിഫറൻ്റ് ആണ്. 5ഉം 6ഉം 6ഉം 7ഉം ആണെങ്കിൽ അതുപോലെ എഴുതിയാൽ മതി. 5ഉം 8ഉം 7ഉം 5ഉം ആണെങ്കിൽ അതുപോലെ എഴുതിയാൽ മതി. അല്ലാതെ എല്ലാം ഈക്വൽ തന്നെ വരണമെന്നില്ല. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ ഈസ് N ഈസ് 20. അടുത്ത റാങ്ക്സിൻ്റെ ടോട്ടൽ, അതായത് സിഗ്മ റാങ്ക്സ് ആണ്. റാങ്ക്സിൻ്റെ ടോട്ടൽ R1 52, R2 this thing 37, R3 this thing 75 and R4 46. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അപ്ലൈ ചെയ്യുന്നു. H is equal to 12 divided by n into n plus 1 multiplied by sigma r of the column square divided by n of the columns minus 3 into n plus 1. I stands for the columns. It is I stands for the columns. So is equal to 12 divided by 20 into 20 plus 1. 20 into 20 plus 1 multiplied by sigma of Ri square divided by Ni എന്നാണ്. ആദ്യത്തേത് 52 square divided by N1. N1 is 5. ഇതിൽ N1 5 ആണ്, N2 5 ആണ്, N3 5 ആണ്, N4 also is 5. 52 square
it is 52 square plus 37 square divided by 5 plus 75 square divided by 5 plus 46 square divided by 5 minus 3 into 20 plus 1. 3 into 20 plus 1. That is 12 divided by 20 into 21. 20 into 21. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് 5 ആയതുകൊണ്ട് ഈസിലി യു ക്യാൻ ടേക്ക് 5 as a common factor. 52 square is 2704. വർക്കൗട്ട് ചെയ്ത് നോക്കണം, ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് കോപ്പി ചെയ്യില്ല, ബ്ലൈൻഡ് ആയിട്ട് കോപ്പി ചെയ്യില്ല, നിങ്ങൾ ചെക്ക് ചെയ്യണം. 37 സ്ക്വയർ ഈസ് 1369. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും എറർ വരാം. ഇറ്റ് ഈസ് 1369. 75 56 25 പ്ലസ് 46 സ്ക്വയർ ഈസ് 2116 minus 3 into 21 minus 3 into 21 minus 3 into 21. 12 divided by 420. 20 is a 12 divided by 12 divided by 420. It is a 12 divided by 420 into 11,814 divided by 5 minus ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 11,814 divided by 5 minus 63 minus 63 ഇവിടെ 20 into 21 is 420. 20 into 21 is 420. 12 by 420 into 11,814 divided by 5 minus 63 is equal to 12 divided by 420 is 0.0286 into 2362.8. 11,814 divided by 5 2362.8 minus 63 is equal to these two portions multiplied to the 67.5761 minus 63 is equal to 4.58 is equal to 4.58 is equal to 4.58. ഇതിൽ ഓരോ സാമ്പിൾസിലും ചുരുങ്ങിയത് 5 ഐറ്റംസ് എങ്കിലും വേണമെന്നാണ്. 5 ഐറ്റംസ് ഓരോന്നിലും ഉണ്ട്. സോ അണ്ടർ ദാറ്റ് ടു റൈറ്റ് സിൻസ് ഈച്ച് സാമ്പിൾ ഹാസ് 5 items. Since each sample has 5 items, right? Since each sample has 5 items, therefore chi-square can be applied. Chi-square can be applied. Chi-square can be applied. Chi-square can be applied. ഇതിൽ k എന്ന് പറയുന്നത് യു റിമെമ്പർ നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. സെയിൽസ് ക്യാൻവാസ് ചെയ്യുന്നവരെല്ലാം സെയിൽസ്മെൻ ആണ്. അപ്പോൾ k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെയിൽസ്മെൻ, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സെയിൽസ്മെൻ ഈസ് ഈക്വൽ ടു 4. ഈസ് ഈക്വൽ ടു 4. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് k minus 1. 4 minus 1 is equal to 3. ഇതിൽ ഓരോ സാമ്പിളിലും 5 ഐറ്റംസ് വെച്ച് ഉണ്ടെങ്കിൽ അത് chi-square ആവുന്നു. 5 ഐറ്റത്തിനേക്കാൾ കുറവാണെങ്കിൽ, ദിസ് യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്, അവിടെ എങ്ങനെ എഴുതി വയ്ക്കുക, 5-നേക്കാൾ കുറവാണെങ്കിൽ
അതായത് ഓരോ സാമ്പിളിൽ 5 ഐറ്റത്തിനേക്കാൾ കുറവാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി. 5-നേക്കാൾ കുറവാണെങ്കിൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ലെസ്സർ ദാൻ 5, ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ കോളത്തിലും നമ്പർ ഓഫ് ഐറ്റംസ് ഈക്വൽ ആണ്. ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ഐറ്റംസ് ഈക്വൽ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ n1 5-ഉം n2 6-ഉം n3 7-ഉം n2 8-ഉം ആണെങ്കിലും യു ക്യാൻ വർക്കൗട്ട്. 2 5-ഉം 2 6 ആണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. 1 5-ഉം 1 6-ഉം 1 7-ഉം ആണെങ്കിലും വർക്കൗട്ട് ചെയ്യാം. അല്ലാതെ n ഈക്വൽ ആവേണ്ട ആവശ്യം ഇല്ല. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, that is alpha. Alpha is 1% is equal to 0.01. Chi-square table value മാറിപ്പോരുത്. it is a chi-square table value. Degree of freedom is 3 and 0.01. 11.345. 11.345. Right. Since computed value is lesser than the table value, since computed value is lesser than the table value, accepting HO, performance of all salesmen are equal. Performance of all salesmen are equal. Performance of all salesmen are equal. That is, samples come from identical population. Samples come from identical population. Samples come from identical population. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ, പേജ് U15, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 15. U15 ക്വസ്റ്റ്യൻ നമ്പർ 15. U15 ക്വസ്റ്റ്യൻ നമ്പർ 15. അതിൽ ആദ്യത്തെ റോയിൽ 2 4 6 8 1 9 എണ്ണം ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതിലെല്ലാം 15 എണ്ണമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആദ്യത്തേൽ 9 എണ്ണമേ ഉള്ളൂ. ബാക്കി 2 എണ്ണത്തിൽ 10 എണ്ണമുണ്ട്. ബാക്കി 2 എണ്ണത്തിൽ 10 എണ്ണമുണ്ട്. ബാക്കി 2 എണ്ണത്തിൽ 10 എണ്ണമുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന യൂസ് ദ ക്രൂസ്കൽ വാല്യൂസ് ടെസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ 0.05 ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ ആവറേജ് കിലോമീറ്റേഴ്സ് yield of 3 types of gasoline എന്നാണ്. ആവറേജുകൾ തമ്മിൽ വ്യത്യാസമില്ല. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് n1 is 9, n2 is 10 and n3 is 10. അപ്പോൾ 29 ആണ് ഓൾ ടൂഗദർ വരാൻ പോകുന്നത്. 29 വാല്യൂസ് നിങ്ങൾ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്തിട്ട് വേണം ഇതുപോലെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കാരണവശാൽ റിപ്പീറ്റേഷൻ ഓഫ് റാങ്ക്സ് വരുന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ഓഫ് റാങ്ക്സ് ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ റാങ്ക്സ് കിട്ടേണ്ടതിൻ്റെ ആവറേജുകൾ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത മെയിൻ ഹെഡിങ് റൺസ് ടെസ്റ്റ് RUNS. Runs RUNS. Runs test or one sample runs test. Runs test or one sample runs test. RUNS. Runs test or one sample runs test. ഇതിൽ ഇപ്പം നിങ്ങൾ ഇന്നലെ ചെയ്ത യുവും ഇന്ന് ചെയ്ത എച്ചും അതിൻ്റെ തിയറി ഷുവറായിട്ട് ചോദിച്ചു കാണാറുണ്ട്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രോബ്ലത്തിനെ പറ്റി പറയാൻ സാധിക്കില്ല. കാരണം ചോദിക്കാതിരിക്കാം. ഇതിൽ ഒരുപാട് ഫിഗേഴ്സ് വരുന്നത് കൊണ്ട് കാൽക്കുലേഷൻ നീഡ്സ് എ വെരി ലോങ് ടൈം. അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി അതിന് വരുന്നുണ്ട്. പക്ഷേ അതിൽ ദാറ്റ് ഈസ് യു ടെസ്റ്റ് അല്ലെങ്കിൽ എച്ച് ടെസ്റ്റ് അവയുടെ തിയറി എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. റൺസ് ടെസ്റ്റ് ഓർ വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് ഓർ വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് റൈറ്റ് യൂസ്ഡ് ടു ജഡ്ജ്
used to judge the randomness of a sample, used to judge the randomness of a sample on the basis of the order, on the basis of the order in which, on the basis of the order in which the observations are taken, on the basis of the order in which the observations are taken. Next para. It is difficult to decide. It is difficult to decide whether the samples used are random samples. The samples used are random samples. For testing randomness of sample, for testing randomness of sample, underline testing randomness of sample, semicolon, theory of runs, bracket runs test is developed, bracket runs test, adu matram bracket runs test, adana theory of runs is developed. Next para, inverted commas, a run is a succession of identical letters. 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 Inverted commas ends the full stop and underline that sentence. HO. There is randomness. There is a randomness. There is randomness. Test statistic. Test statistic. Z is equal to gamma minus mu divided by sigma. Gamma minus mu divided by sigma. Gamma minus mu divided by sigma is gamma minus mu divided by sigma. Mu is equal to 2n1 n2 divided by n1 plus n2. 2n1 n2 divided by n1 plus n2 plus 1 plus 1 plus 1. Sigma is equal to root of 2n1 n2 into 2n1 n2 minus n1 minus n2 divided by n1 plus n2 square into n1 plus n2 minus 1. n1 plus n2 minus 1. n1 plus n2 minus 1. Check the formula again. Mu is equal to 2n1 n2 divided by n1 plus n2 plus 1. Sigma is equal to 2n1 n2 into 2n1 n2 minus n1 minus n2 divided by n1 plus n2 square into n1 plus n2 minus 1. And gamma is
number of runs. Gamma is number of runs. N1 number of first letter. Number of first letter in all the runs together. Number of first letter in all the runs together. And into number of second letter. Number of second letter in all the runs together. 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 Z is equal to gamma minus mu divided by sigma. Example. Among the trees planted in a country. Among the trees planted in a country. Roadside. Among the trees planted in a country roadside, semicolon, capital letter D. D stands for diseased trees. D stands for diseased trees. DISEASED. Diseased trees. And H, capital letter H, for healthy trees. For healthy trees. Now we have അതിൻ്റെ താഴെ കോപ്പി ചെയ്യുക. 4 ക്യാപിറ്റൽ എച്ച്, 4 ക്യാപിറ്റൽ എച്ച്, ഗ്യാപ്പ് വിട്ട് 3 ക്യാപിറ്റൽ ലെറ്റർ ഡി, 7 ക്യാപിറ്റൽ എച്ച്, 2 സ്മോൾ ഡി, 2 ക്യാപിറ്റൽ എച്ച് ആൻഡ് 4 സ്മോൾ ഡി. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, 4 സ്മോൾ ഡി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഇവിടെ ഇപ്പോൾ ക്ലിയർലി എച്ച് ഏതാണ് ഡി ഏതാണോ, മറ്റേതെല്ലാം സെയിം സൈസാണ്. ഓക്കെ, വി ആർ കമ്മിങ് ടു ദ റൺസ് ടെസ്റ്റ്. റൺസ് ടെസ്റ്റിലോട്ട് വരുന്നു. ഇത് 1 സാമ്പിൾ റൺസ് ടെസ്റ്റാണ്. 2 സാമ്പിൾ നിങ്ങൾക്കില്ല, 1 സാമ്പിൾ റൺസ് ടെസ്റ്റാണ്. ഇത് ഒറ്റ ലൈനിൽ പറഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത സാമ്പിൾസ് റാൻഡം സാമ്പിൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സെലക്റ്റഡ് സാമ്പിൾസ് ആർ റാൻഡം സാമ്പിൾസ്. വെരി സിമ്പിൾ. സെലക്റ്റഡ് സാമ്പിൾസ് ആർ റാൻഡം സാമ്പിൾസ്. അപ്പോൾ യൂസ്ഡ് ടു ജഡ്ജ് the randomness of a sample on the basis of the order in which the observations are taken. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ഒബ്സർവേഷൻസ് വാല്യൂസ് റാൻഡം മെത്തേഡിലാണ്, അതായത് റാൻഡം സാമ്പിൾസ് ആണോ എന്ന് പരിശോധിക്കുന്നു. നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ക്വസ്റ്റ്യനിൽ അത് സാമ്പിൾസ് എന്ന് മാത്രമേ പറയാറുള്ളൂ, അത് റാൻഡം ആണോ എന്നൊന്നും പറയാറില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വെദർ ദ സാമ്പിൾസ് യൂസ്ഡ് ആർ റാൻഡം സാമ്പിൾസ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാമ്പിൾസ് റാൻഡം സാമ്പിൾസ് ആണോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അണ്ടർലൈൻ, ഫോർ ടെസ്റ്റിംഗ് ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ, ഫോർ ടെസ്റ്റിംഗ് ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ, റൺസ് ടെസ്റ്റ്, തിയറി ഓഫ് റൺസ് ഈസ് ഡെവലപ്ഡ്. അത് അണ്ടർലൈൻ ചെയ്യുക. For testing the randomness of the samples, സാമ്പിൾസിൻ്റെ റാൻഡംനെസ്, റാൻഡം സാമ്പിൾസ് ആണോ എന്ന് പരിശോധിക്കാനായിട്ട് തിയറി ഓഫ് റൺസ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെലക്റ്റഡ് സാമ്പിൾസ് റാൻഡം സാമ്പിൾസ് ആണോ? വെരി സിമ്പിൾ. സെലക്റ്റഡ് സാമ്പിൾസ് റാൻഡം സാമ്പിൾസ് ആണോ? നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സാമ്പിൾസ് റാൻഡം സാമ്പിൾസ് ആണോ എന്ന് പരിശോധിക്കുന്നതാണ് റൺസ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
എന്താണ് ഈ റണ്ണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ലെറ്റേഴ്സ്. It is a succession of identical letters. A run is a succession of identical letters. അതായത് എ എന്ന് പറയുന്ന ആൽഫബറ്റ് തുടർച്ചയായിട്ട് ഒരു 3 എ വന്നാൽ അത് ഒരു റണ്ണാണ്. ഒരു എ മാത്രം വന്നാൽ അത് ഒരു റണ്ണാണ്. 5 എ ഒരുമിച്ച് വന്നാൽ അതൊരു റണ്ണാണ്. 2 ബി ഒരുമിച്ച് വന്നാൽ ദാറ്റ്സ് 1 റൺ. 7 ബി ഒരുമിച്ച് വന്നാൽ അത് 7 റണ്ണല്ല, ഒരു റണ്ണാണ്. അപ്പം തുടർച്ചയായി സെയിം ആൽഫബറ്റ് തന്നെ വരുന്നു. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ദർ ഇസ് എ സെയിം ആൽഫബറ്റ് കണ്ടിന്യൂസ്ലി കമ്മിങ്, അത് ഒരു റൺ. മനസ്സിലായത്? അതായത് ഇപ്പോൾ സി എന്ന് പറയുന്ന ലെറ്റർ ഒരെണ്ണം മാത്രം, അത് ഒരു റണ്ണാണ്. സി സി എന്ന് വന്നാൽ 2 എണ്ണം, അതും ഒരു റണ്ണാണ്. ഇറ്റ്സ് എ സക്സഷൻ ഓഫ് 2C. 4 സി ഒരുമിച്ച് വരുന്നു, സി 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 ആൻഡ് സി. സക്സഷൻ ഓഫ് 4C, തുടർച്ചയായിട്ട് 4C. അത് 4 റണ്ണല്ല, അത് ഒരു റണ്ണാണ്. എഫ് എന്ന് പറയുന്നത് 8 എണ്ണം ഒരുമിച്ച് വരുന്നു, അത് 8 റണ്ണല്ല, അത് ഒരെണ്ണമാണ്. അപ്പോൾ ഒരാൽഫബറ്റ് ഒന്നിൽ കൂടുതലോ തുടർച്ചയായിട്ട് വന്നാൽ അത് ഒരു സെറ്റായിട്ട് എടുക്കുന്നു, അതൊരു റണ്ണാണ്. ഒരാൽഫബറ്റ് ഒരു തവണയോ 2 തവണയോ 3 തവണയോ 4 തവണയോ എത്ര തവണ വേണമെങ്കിലും തുടർച്ചയായിട്ട് വന്നാൽ, ഒരെണ്ണം മാത്രമാണെങ്കിലും ഇറ്റ് ഈസ് ടേക്കൺ ടു ബി എ റൺ ആൻഡ് ഇറ്റ് ഈസ് ഓൺലി 1 റൺ. ഇപ്പോൾ എ എന്ന് പറയുന്നത് 1 തവണ വന്നാലും 5 തവണ വന്നാലും 10 തവണ അടുപ്പിച്ച് വന്നാലും ഇറ്റ് ഈസ് ടേക്കൺ ടു ബി 1 റൺ. എച്ച് ഒ, there is a randomness. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്. ഗാമ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ. ഗാമ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ. മ്യൂ എന്ന് പറയുന്നത് 2n1n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2. 2n1n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1. സിഗ്മ റൂട്ട് ഓഫ് 2n1n2 ഇൻറ്റു 2n1n2 മൈനസ് n1 മൈനസ് n2 താഴെ ബൈ n1 പ്ലസ് n2 സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് n2 മൈനസ് 1. 6 നമ്പർ ഓഫ് റൺസ് ആണ്. 6 ഈസ് എ നമ്പർ ഓഫ് റൺസ്. n1 എന്ന് പറയുന്നത് എല്ലാ റൺസിലുമായിട്ട്, അതായത് എൻ്റെയർ ആൽഫബറ്റ്സിൽ ഫസ്റ്റ് ലെറ്റർ എത്ര എണ്ണമുണ്ട്. n2 നമ്പർ ഓഫ് സെക്കൻഡ് ലെറ്റർ ഇൻ ഓൾ ദ റൺസ് ടുഗദർ. തന്നിരിക്കുന്ന ലെറ്റേഴ്സിൽ എത്ര റൺസ് ഉണ്ട്, അതിൽ എത്ര റൺസ് ഉണ്ടെങ്കിലും ആ റണ്ണുകളിലെല്ലാം ഫസ്റ്റ് ലെറ്റർ എത്ര തവണ വന്നിരിക്കുന്നു. ഇപ്പോൾ എച്ച് വന്നിരിക്കുന്നത് 4, 7 4 11, 2 13. ഇറ്റ്സ് കമ്മിങ് ഇൻ 13 ടൈംസ്. ഡി വന്നിരിക്കുന്നത് 3 2 5, 4 9. 9 വന്നിരിക്കുന്നത്. ഇൻ എക്സാമ്പിൾ, റോഡ് സൈഡിൽ പ്ലാന്റ് ചെയ്ത ട്രീസിൽ ഇപ്പോൾ ഉണങ്ങി മരിച്ചതുപോലെ നിൽക്കുന്നതുണ്ട്, വളരെ ഹെൽത്തി ഉണ്ട്. എച്ച് ഈസ് എ ഹെൽത്തി ആൻഡ് ഡി ഈസ് എ ഡിസീസ്ഡ്. ഇതിൽ 4 എച്ചുകളുണ്ട്. ഇതിൽ മാർക്ക് 4 എച്ച്, 3 ഡി, 7 എച്ച്, 7 എച്ച്, 2 ഡി, 2 എച്ച്, 4 ഡി, 4 ഡി. ഇതിൽ 1 2 3 4 5 6. നമ്പർ ഓഫ് റൺസ് ഈസ് ഈക്വൽ ടു 6. നമ്പർ ഓഫ് റൺസ് ഈസ് ഈക്വൽ ടു 6. നമ്പർ ഓഫ് റൺസ് ഈസ് ഈക്വൽ ടു 6. n1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ HS ഇൻ ഓൾ റൺസ് ആണ്. ഇൻ ഓൾ റൺസ് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 7 11, 2 13. ദാറ്റ് ഈസ് 13 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 7 പ്ലസ് 2 13. n2 number of T's in all runs.
number of Ds in all runs is equal to 3 plus 2 plus 4 is equal to 9 is equal to 9 is equal to 9 is equal to 9.